ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നന്മ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു 8 മിനിറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഗാനമേള ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഇടുന്നത്. മഴക്കാലത്ത് എന്താ ഗാനമേള എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ അത് മുൻകൂട്ടി പറയാണ്. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ മാന്നനൂർ എന്ന സ്ഥലത്ത് കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, പുതിയ കൂട്ടുകാരാണ് കാണുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഒറ്റപ്പാലം വാണിയംകുളം മാന്നനൂർ പറഞ്ഞ സ്ഥലത്ത് അവിടെ ചെറിയൊരു കൊച്ചു ഗ്രാമമുണ്ട് കേട്ടോ, വെള്ളിയാട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഗാനമേള, അതായത് പൂരം, അതിൻ്റെ തലേ ദിവസം ഗാനമേള വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കാണിക്കണത്. ഇപ്പോൾ ഞാൻ വീട്ടിലവിടെ റോഡൊക്കെ അടിച്ച് വരണം, കാരണം ആളുകളൊക്കെ നടന്നു പോകുമല്ലോ. അത് മാത്രമല്ല, നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ, പൂരങ്ങളും അയ്യപ്പൻ വിളക്ക് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ റോഡുകളൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടല്ലോ. അപ്പോൾ അതേപോലെ ഞങ്ങൾക്ക് എല്ലാവരും റോഡൊക്കെ വൃത്തിയാക്കിയിട്ടു. അതേപോലെ ഇത് മദ്രാസി ഇപ്പോഴും ഞങ്ങൾ എന്തോ പറയും, കൂട്ടുകാരെന്താ പറയാമെന്നറിയില്ല. ഇവിടെ ഞങ്ങൾ ഇതൊക്കെയാണ് പറയുക. കുറച്ച് മധുരമൊക്കെ ഉണ്ടാവും. കഴിച്ചു നോക്കി നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വിചാരിച്ച് നിങ്ങളെല്ലാവരും കഴിച്ച് നോക്കൊന്നും വേണ്ട. എല്ലാവരും കഴിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ വരുമെന്നറിയില്ല. അപ്പോൾ ഇനി ഇത് കണ്ടിട്ട് ആരും കണ്ണിയും കണ്ടൊന്ന് വലിച്ചു വാരി കഴിക്കരുത് കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിയുടെ മോളും കൂടിയിട്ടാണ് ഞങ്ങൾ റോഡിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ വൈകുന്നേരത്താണ് ഞങ്ങൾ ഇവിടെ ഗാനമേള ഉണ്ടായിരുന്നു. തൊട്ടനാണ് കേട്ടോ, തൊട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോണത്. അപ്പോൾ ഇവിടെ ഭയങ്കര പാട്ടും മേളയും എല്ലാം നടക്കുന്നുണ്ട്. പാട്ടവിടെ പാടുന്നുണ്ടെങ്കിലും ഗാനമേള അവിടെ നടക്കുന്നുണ്ടെങ്കിലും അതിലേക്കാൾ എന്താ പറയുക, ഗംഭീരമായിട്ടാണ് ഞങ്ങളുടെ നാട്ടിലത്തെ ജനങ്ങൾ, ഞങ്ങളുടെ നാട്ടിൽ മാത്രമുള്ള ആളുകളാണ് ഇതൊക്കെ കേട്ടോ. സ്ത്രീകളായാലും പിന്നെ വിരുന്നുകാർ വന്നവർ കുറച്ച് പേരെ കണ്ടുള്ളൂ, ബാക്കി എല്ലാവരും ഞങ്ങളുടെ നാട്ടിലത്തെ തലേ ദിവസം കേട്ടോ. അപ്പോൾ പിന്നെ പൂരം ദിവസം പറയണ്ടല്ലോ, ഞങ്ങളുടെ വെള്ളിയാട് കൊച്ചു ഗ്രാമം, അത്രയും ചെറിയൊരു കൊച്ചു നാടാണെങ്കിൽ പോലും, പക്ഷേ നമ്മളൊരു അങ്ങനെയൊക്കെ നടക്കുമ്പോൾ എത്ര ആളുകളാണ് കൂടുന്നത് കാണുമ്പോഴാണ് അറിയണത് ഇത്രയും ജനങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ടോയെന്ന്. കാരണം എല്ലാ മുഖങ്ങളും പരിചയമുള്ളതാണ്, അതുകൊണ്ട് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോഴാണ് അറിയുക, നമുക്ക് എല്ലാവരും കാണാൻ പറ്റും. കല്യാണം കഴിച്ച് പോയവർ വന്നവരുണ്ടാവും ചിലവരൊക്കെ. അത് പൂരം ദിവസമാണ് അങ്ങനെയൊക്കെ കാണുന്നത് നമ്മൾ, അല്ലേ? എല്ലാ നാട്ടിലും അങ്ങനെ ആയിരിക്കാം. അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ച് കളിക്കുന്നതാണ് കേട്ടോ. ഗാനമേള അവിടെ അടുത്ത് പോയി എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടം ഞങ്ങളുടെ നാട്ടുകാരും കുട്ടികളും ചേച്ചിയുടെ മക്കളും അങ്ങനെയൊക്കെ എല്ലാവരും കളിക്കുന്നുണ്ട്. പിന്നെ മോളൊക്കെ ഉണ്ട് ഇതിൽ, അവരൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അതിൽ. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കളിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണേ, കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നത്തെ വിശേഷം എന്താ, ഞാൻ 2-3 വീഡിയോസ് ഇപ്പോൾ അടുത്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് നാളുകൾക്ക് ശേഷം. അത് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി തുടർച്ചയായിട്ട് ഞാനാവുന്നതും വീഡിയോസ് ഇടാൻ നോക്കാം. അധികം വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഞാനിപ്പോൾ ഒരു ഹോം നേഴ്സായിട്ട് ഞാൻ തൃശ്ശൂർ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത മാസം തൊട്ടിട്ടാണ് ഞാൻ ഷോപ്പിലേക്ക് പോവുക കേട്ടോ, അവിടെ ടൈലറിങ് ഷോപ്പിലേക്ക് പോവുക. അപ്പോൾ തൽക്കാലം ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഷോപ്പിൽ പോയിട്ട് നമ്മുടെ നാട്ടിൻപുറത്തെ എന്താ പറയുക, ആടിൻ്റെ റെയിൽവേ, പുഴ, ഇടവഴി, റോഡ്, ഷോപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ ഹോം നേഴ്സായി നിൽക്കണ കാരണം എനിക്ക് അങ്ങനത്തെ ഇടാൻ പറ്റില്ല. മുന്നിലുള്ള കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ വീഡിയോ തന്നെയാണ്. അപ്പോൾ അത് കൂട്ടുകാർക്ക് കാണിച്ചു തരാമല്ലോ വിചാരിച്ചിട്ടാണ്.
അപ്പോൾ ആരും മറക്കൊന്നും ചെയ്യരുത്. അതേപോലെ തന്നെ മുന്നത്തെ ഷോർട്സ് വീഡിയോസ് പിന്നെ ലൈവ് ഉണ്ട്. ലൈവ് അരമണിക്കൂർ ഇടുന്നു തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഇത് എന്താ അരമണിക്കൂർ ഇങ്ങനെ മുന്നേ അങ്ങനെ ഇട്ടിട്ട് ശീലമായ കാരണം അരമണിക്കൂർ ഞാനിങ്ങനെ ലൈവ് ഓപ്പൺ ആക്കിയിടും. അപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ വരും. അതേപോലെ സബ് എന്താ കൂടുന്നുണ്ട്. ഇനി പൂരത്തിൻ്റെ എന്താ വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്തത് ഞാൻ പൂരത്തിൻ്റെ വീഡിയോസാണ് ഇടുന്നത്. നമ്മുടെ ആര്യങ്കാവ് പൂരം എന്ന് പറയും. എന്താ കൂട്ടുകാർ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ആര്യങ്കാവ് എന്ന് കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അവിടുത്തെ പൂരത്തിൻ്റെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുതിര കൊണ്ടുവന്ന ഒരു ഭാഗമാണ് ഞങ്ങൾ കാണിക്കുന്നത് കേട്ടോ. അതായത് അമ്പലം വരെയുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് നാളത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും ഈ വീഡിയോസ് എന്തായാലും ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. കാരണം ഇത് വെറും പാട്ടും കൂത്തും തന്നെ ഉള്ളൂ. കാരണം ഇതിൻ്റെ സൗണ്ടൊക്കെ കേട്ടാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എന്താ അറിയുള്ളൂ, കാണാൻ രസം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക് എന്താ ഇഷ്ടാവുമെന്ന് അറിയില്ല. എങ്കിൽ പോലും ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഈ പരിപാടിയൊക്കെ എന്താ ഒരു സന്തോഷമല്ലേ. കുറച്ചൊന്നല്ല, ഒരുപാട് സന്തോഷമാണ്. ഞങ്ങളുടെ അടുത്ത കമ്മിറ്റിക്കാരൊക്കെ പിന്നെ എന്താ പിള്ളേരൊക്കെ നടത്തി കൊണ്ടുപോകുന്ന ഈ പരിപാടിയൊക്കെ അവരെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്കും അവരെ എന്താ ബഹുമാനിക്കുന്നുണ്ട്. എല്ലാ നാട്ടിലും അങ്ങനെ ആയിരിക്കും. എന്നാലും ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരി? മാന്നൂർ എന്ന വെള്ളിയാട് ചെറിയൊരു പ്രദേശമുണ്ട്. അവിടുത്തെ ഞങ്ങളുടെ നാട്ടുകാരും ആണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോസായിട്ട് ഞാൻ വരാം. ഞാൻ കുറച്ച് ഭാഗം എടുത്തു, വേറെ ഒന്നുമില്ല. അപ്പോൾ നാളെ ഞാൻ പൂരങ്ങളിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ 11 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഇത് കൂട്ടുകാരികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എല്ലാവരും ഉണ്ട്. കുറേ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും പൂരത്തിൻ്റെ കാണിക്കാം കേട്ടോ. പൂരത്തിൻ്റെ കാണിക്കാം. ഓക്കെ.